ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യാശേഖറാണേ. പിന്നെ എന്തുണ്ട് വിശേഷം? ചൂടൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? ഭയങ്കര വെയിലാണ്, സഹിക്കാൻ വയ്യ. രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പം ചൂട് കൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ അങ്ങ് പൊള്ളുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. നമുക്കെപ്പോഴും ഫോർ വീലറിലൊന്നും നടക്കാൻ പറ്റത്തില്ലല്ലേ, പെട്രോളിനൊക്കെ എന്നാ വിലയാണ്, തീ പിടിച്ച വിലയല്ലേ. അപ്പം കിട്ടുന്നത് മൊത്തം പെട്രോളിനടിക്കാനേ അല്ലേ, വണ്ടിക്ക് പെട്രോൾ അടിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ, ശരിയല്ലേ? പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ചൂട് വളരെയധികം കൂടിക്കൂടി വരികയാണ്, ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. അപ്പം എപ്പം നമ്മൾ ടി വി ഓണാക്കിയാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നമ്മുടെ കാലാവസ്ഥയുടെ ആ ഒരു നിലവിലെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ കഴിവതും നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ, അതായത് നമുക്ക് ടു വീലർ അറിയാമല്ലോ, നമുക്കിപ്പോൾ എല്ലാവർക്കും അങ്ങ് ഫോർ വീലറിലൊന്നും നടക്കാൻ പറ്റത്തില്ല. കാരണം പെട്രോളിൻ്റെ ആ ഒരു വിലയും, അതുപോലെ നമുക്കിപ്പം പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ട്രാഫിക്കിൽ പെട്ടാൽ പോലും നമുക്ക് ടു വീലർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഓടിച്ചൊക്കെ അങ്ങ് പോകാം. പക്ഷെ ഫോർ വീലറാണെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ ടു വീലറിൽ പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് ചൂടിനെ ഓവർകം ചെയ്യത്തക്ക രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുക. ബോഡി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ, നമ്മളെപ്പോൾ യാത്രയ്ക്ക് പോയാലും നമ്മുടെ കയ്യിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം. വെള്ളം വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു ഘടകമല്ലേ. നമുക്ക് അത്യാവശ്യം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കുടിക്കുക. കാരണം ചൂട് അസഹനീയമാണ് അല്ലേ. നമുക്കിപ്പം നമ്മുടെ ജനങ്ങളുടെ പുരോഗമനം അനുസരിച്ച്, അതായത് ജനങ്ങൾക്ക് പുരോഗമനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റോഡൊക്കെ പുരോഗമിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ റോഡ് പുരോഗമിക്കുന്നതനുസരിച്ച് റോഡിൻ്റെ സൈഡിലുള്ള വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് കുറച്ച് നേച്ചറിനോട് കുറച്ച് കാര്യം നേച്ചറിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഓരോ മനുഷ്യനും അല്ലേ. അതായത് വരും തലമുറയ്ക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ടാണ് സത്യത്തിൽ ഈ ഒരു ചൂട്, നമ്മളിപ്പം അനുഭവിക്കുന്ന ചൂടും ഇനിയും വരും തലമുറയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചൂടും അല്ലേ. അപ്പോൾ വരും തലമുറയ്ക്കും നമുക്ക് അവരെ സംരക്ഷിക്കണമെങ്കിൽ, അവർക്ക് ചൂടൊന്നും വലുതായിട്ട് ഏൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, വേണ്ടേ? അതായത് നമ്മൾ ഒരു മരം വെട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു 10 മരം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ 10 മരം വെച്ച് പിടിപ്പിക്കുമ്പോൾ 5 പേരാകുമ്പോൾ 50 വൃക്ഷത്തെ നമുക്ക് നടാം അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടുതൽ സ്ഥലമുള്ള ആൾക്കാർ ആവണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ പരിസരത്തുള്ള നമ്മുടെ ബന്ധുക്കളോട് പറയുക, ഞങ്ങൾ കുറച്ച് മരം വെച്ച് പിടിപ്പിച്ചോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഈ റോഡ് സൈഡുകളിൽ, അതായത് നമ്മുടെ ഈ ബൈ റോഡ് സ്ഥലങ്ങളിലൊക്കെ ശരിക്കും സ്ഥലം കാണുമല്ലോ, അതായത് റോഡിന് കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ, സഞ്ചാരത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ അങ്ങോട്ട് മാറ്റി നമ്മൾ വൃക്ഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നമുക്കെന്താണ്, ഈ ചൂടിനെ നമുക്ക് കുറച്ച്, നമ്മുടെ ഈ വൃക്ഷങ്ങളല്ലേ ശരിക്കും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് അല്ലേ. അതായത് ചൂട് കൂടുതൽ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ആരാണ്? ഈ വൃക്ഷങ്ങൾ. പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ തണലിൽ പോയി ഇരിക്കുമ്പോൾ എന്ത് സുഖമാണ് ലഭിക്കുന്നത് നമുക്ക്. ഒന്നാലോചിച്ചേ, പണ്ട് ഞാൻ കോളേജിൽ പോകുമ്പോൾ നമ്മുടെ വീടിനടുത്ത്, അതായത് എൻ്റെ ചുളത്തൊരു ജംഗ്ഷൻ, അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആൽമരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതായത് ഞാൻ 7 മണിയാകുമ്പോൾ പോകും, 7 മണിക്ക് മുമ്പേ ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേന് പോകും. കാരണം ഞങ്ങൾ കോളേജിനടുത്ത്, കോളേജ് ഓഫ് ഇംഗ്ലീഷ്, ഞങ്ങളുടെ ബാബു സാർ സാറിൻ്റെക്കായിരുന്നു ഞാൻ ട്യൂഷന് ഞങ്ങൾ പോകുന്നത്. അപ്പം ട്യൂഷൻ അവിടെ കയറിയിട്ട് കോളേജിലോട്ട്, ഞാൻ MSM കോളേജിലാണ് പഠിച്ചത്, അപ്പോൾ MSM കോളേജിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ രാവിലത്തെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബസ് KCTക്കാണ് പോകുന്നത്. അപ്പോൾ ചുളത്തൊരു ജംഗ്ഷനിൽ ചെന്ന് നിൽക്കും. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു കുളിർമ, ആ ഒരു പോസിറ്റീവ് എനർജി, മനസ്സിലായോ? ഇപ്പം ഞങ്ങളുടെ ആ ഒരു ജംഗ്ഷനിൽ ആ വൃക്ഷമില്ല, ഞങ്ങളുടെ ചുളത്തൊരു ജംഗ്ഷൻ തന്നെ അറിയുന്നത് ആ മരമാണ്. ഇന്ന ആലിൻ്റെ ചോട്ടിൽ എന്നെ ഇറക്കണേ, ആ ആലിൻ്റെ ചോട്ടി അറിയാമോ? ഏതൊരു പറഞ്ഞു, അയ്യോ ആലിൻ്റെ അവിടെ ഒരു ആലുണ്ട്, ആൽമരത്തിൻ്റെ ചോട്ടി അങ്ങനെ ഇറക്കണേ എന്നാണ് പറയുന്നത്, മനസ്സിലായി? അപ്പം അത്ര ആ മരം പോയി ഇപ്പം, മനസ്സിലായി? ആ മരം വെട്ടേണ്ടി വന്നു. കാരണം അത് നമുക്ക് റോഡിന്, ജനങ്ങൾക്ക് വളരെ ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വൃക്ഷമായിരുന്നു. അത് ആലാണ് കേട്ടോ, മാവല്ല, ആൽവൃക്ഷമാണ്. അപ്പോൾ അങ്ങനെ പഞ്ചായത്തുകാർ വന്ന് അത് വെട്ടി മാറ്റുകയാണ് ഇപ്പം ചെയ്തത്. അത് പിന്നെ പോട്ടെ, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മരങ്ങളൊക്കെ വെട്ടി. പക്ഷെ മരം വെട്ടി നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വെട്ടുമ്പോൾ
തീർച്ചയായിട്ടും നമ്മൾ പുതിയ മരങ്ങളും കൂടെ വെച്ച് മരത്തൈകൾ അല്ലെ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് വരും തലമുറയ്ക്കും കൂടെ ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. വെള്ളമില്ലാത്ത അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച്, ഇപ്പോൾ മഴ തന്നെ നമുക്ക് കിട്ടുന്നില്ല. മഴ വരികയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ എന്തോ മഴ, എന്നാ മഴയാണ്, ശരിയല്ലേ? നമുക്ക് വെള്ളപ്പൊക്കം, മഴ വന്നാൽ വെള്ളപ്പൊക്കം, വെയിലാണെങ്കിൽ അസഹനീയമായ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിലൂടെ ചെയ്താൽ പറ്റത്തില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം വെള്ളം കുടിക്കുക, തണുത്ത ഭക്ഷണം കഴിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക, വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. കഴിവതും മാംസ്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസിനകത്തിൽ ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഞാൻ എപ്പോഴും പറയും ഞാൻ പാട്ടുകാരിയൊന്നും അല്ല കേട്ടോ. പിന്നെ എല്ലാവരും പ്രോഗ്രാം ഞാനിടുന്ന വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താ? അതുപോലെ ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, അതൊക്കെ ഒന്ന് ചെയ്യണ്ടേ? എങ്കിലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും പ്രോഗ്രാംസ് ചെയ്യാനൊരു ഇത് തോന്നത്തുള്ളൂ. അത്ര ബോറാണോ ഞാൻ ചെയ്യുന്നത്? അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യണേ കേട്ടോ. പാട്ട് പാടട്ടെ? ഒരു കുഞ്ഞു കാറ്റു തൊടുമ്പോ കൊളിരുന്ന കായൽ പെണ്ണിൻ കൊലുസിൻ്റെ കൊഞ്ചൽ നെഞ്ചിലുണരും രാത്രിയിൽ ഒരു തോണിപ്പാട്ടിലലിഞ്ഞൻ മനസ്സിൻ്റെ മാമ്പൂമേട്ടിൽ കുറുകുന്നു മെല്ലെ കുഞ്ഞു കുറുവാൽ മൈനകൾ. മയിൽപ്പീലി നീർത്തുന്നു മധുമന്ദഹാസം ചുണ്ടിൽ മൃദുവായി മൂളുന്നു മുളവീടുനാദം. നെഞ്ചിലൊരു പാടു സ്വപ്നം കാണും മനസ്സിൻ പുണ്യമാ.